ഹലോ നമസ്കാരം, രഞ്ജിത്ത് മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അനുഭവങ്ങൾ, പാളിച്ചകൾ, ഒരുപാട് ആളുകൾ നല്ല റെസ്പോൺസ് തരുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്, എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നറിയുന്നതിലൊക്കെ വലിയ സന്തോഷമുണ്ട്. ഇത് ഞാൻ എൻ്റെ ഒരു മെൻറ്ററിങ് എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യുന്നത്. മെൻറ്ററിങ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു സർവീസാണ്. പല ആളുകളും പല സംശയങ്ങൾ ചോദിച്ച് വിളിക്കാറുണ്ട്. ഒരു ആക്ഷൻ പ്ലാൻ വേണം, ഞാനൊന്ന് സ്റ്റക്കായി നിൽക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കാറുണ്ട്. അപ്പം നമുക്ക് ഒരു ഡോക്ടർ പേഷ്യൻ്റ് അപ്രോച്ച് പോലെ ചെയ്യാവുന്നൊരു സർവീസാണ് മെൻറ്ററിങ് എന്ന് പറയുന്നത്. നിങ്ങളുമായിട്ട് 1-2 മണിക്കൂർ സംസാരിക്കുകയും അതിനെ ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്കൊരു ആക്ഷൻ പ്ലാൻ തരികയും ചെയ്യുന്നൊരു സർവീസാണ്. ഇത് കുറേ കാലങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു 3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് മെൻറ്ററിങ്ങിന് വന്ന ഒരാളെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹം ഇ-കോമേഴ്സ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അദ്ദേഹം ഒരു ഗ്രോസറി ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബേസിക് ഒക്കെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. എന്നിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ മെൻറ്ററിങ് സർവീസിന് പ്രത്യേകം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു കോൺസെപ്റ്റ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇത് വയബിൾ ആണെങ്കിൽ വയബിൾ ആണെന്നും അതിനുള്ളൊരു ആക്ഷൻ പ്ലാൻ തരികയും വയബിൾ അല്ലെങ്കിൽ വയബിൾ അല്ല എന്ന് പറയുകയും ചെയ്യും. കാരണം പൈസ വെറുതെ കളയുന്നതിൽ അർത്ഥമൊന്നുമില്ലല്ലോ. നമുക്ക് വയബിൾ അല്ലാത്ത ഒരുപാട് കോൺസെപ്റ്റുകളുണ്ട്. ഇദ്ദേഹം ഈ ഗ്രോസറി എന്ന് പറയുന്ന കോൺസെപ്റ്റായിട്ടാണ് വരുന്നത്. ഈ ഗ്രോസറി അറിയാമല്ലോ, ഈ ഗ്രോസറി ഇന്നിപ്പോൾ കോവിഡ് വരുന്നതിന് മുമ്പാണ് കേട്ടോ. കോവിഡ് വന്നപ്പോൾ 1000 ഈ ഗ്രോസറികളെങ്കിലും നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് തന്നെ ഒരു 100 ഈ ഗ്രോസറികൾ ഏകദേശം പല ചെറുതും വലുതുമായിട്ടൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പുണ്ട്. പക്ഷേ ഈ ഗ്രോസറിക്ക് വലിയൊരു പ്രശ്നമുണ്ട്. ഒരു 99% ഈ ഗ്രോസറികളും വലിയ പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണ് പതിവ്. അതിന് പല കാരണങ്ങളുണ്ട്, പ്രത്യേകിച്ചും ഈ ഗ്രോസറി ആവുമ്പോൾ. ഈ കോമേഴ്സ് മൊത്തം അങ്ങനെയാണെന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. പക്ഷേ ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും വിജയം കണ്ട് ഇതിനകത്തോട്ട് ഇറങ്ങുന്ന 95% ആളുകളും ഭീകരമായ പരാജയം നേരിടുകയാണ് പതിവ്. ഇതിൻ്റെ എല്ലാം സ്റ്റാറ്റിസ്റ്റിക്സ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ പരാജയം നേരിടുക എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പരാജയം നേരിടുന്നുണ്ടാവുക? ഇത് അവർക്ക് അതിനുള്ളൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാണോ? അങ്ങനെ കോൺഫിഡൻസിൻ്റെ പ്രശ്നമല്ല ഇത്. ലോജിക്കലി കുറേ ഇഷ്യൂസ് ഉണ്ട്, പ്രത്യേകിച്ചും ഈ ഗ്രോസറികളുടെയൊക്കെ കാര്യത്തിൽ. അങ്ങനെ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, ചെറുപ്പക്കാരനാണ്, വീട്ടിൽ അത്യാവശ്യം പൈസയൊക്കെ ഉണ്ട്, വെൽ സെറ്റിൽഡാണ്, നല്ല എഡ്യൂക്കേഷനുണ്ട്. പക്ഷെ ഒരാഗ്രഹം, കാരണം എന്താ, വലിയ ആപ്പുകളൊക്കെ ചുറ്റും ഉണ്ടാകുന്നു, ആളുകൾ പൈസ ഉണ്ടാക്കുന്നു, വാല്യുവേഷൻ മോഡിലേക്ക് പോകുന്നു. പുള്ളി പറയുന്നത്, ഞാൻ ഇനീഷ്യലി എൻ്റെ ചിലവൊക്കെ മുട്ടിപ്പോയാൽ മതി, അത് കഴിഞ്ഞ് ഞാനിതിങ്ങനെ പതുക്കെ മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാ ജില്ലകളിലേക്കും എത്തിച്ച് ഞാനിതങ്ങ് പെട്ടെന്ന് വിൽക്കും, അത് കഴിഞ്ഞാൽ ഞാൻ വേറെ വലിയ വാല്യുവേഷനിലേക്കൊക്കെ പോകും എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഇറ്റ്സ് വെരി ടഫ്. ഞാൻ പറഞ്ഞു അത്ര എളുപ്പമല്ല, നമുക്കിത് കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം എന്ന് പറഞ്ഞു. ഗ്രോസറി മോഡലുകളെല്ലാം പരാജയമാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ചില പ്രത്യേക മോഡലുകളിൽ ചെയ്താൽ ഗ്രോസറി വിജയിപ്പിച്ചെടുക്കാം. ഞാൻ വലിയൊരു ആക്ഷൻ പ്ലാൻ കൊടുത്തു. അദ്ദേഹം 6 മാസം കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ഫേസ് ബൈ ഫേസ് ആയിട്ട് ടൈം ലൈൻ വെച്ചുകൊണ്ട് ഒരു ആക്ഷൻ പ്ലാൻ കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ ആക്ഷൻ പ്ലാനിനൊരു ചെറിയ പ്രശ്നമുണ്ട് സാർ, ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യമുണ്ട്, അതിനുള്ള പൈസ എനിക്ക് സോഴ്സ് ചെയ്യാൻ പറ്റുമോ എന്നറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ പൈസ ഇല്ലാതെ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് ഇറങ്ങിയത്? അപ്പോൾ അദ്ദേഹം അന്ന് വരെ ചിലവാക്കിയത്, ഒരു സൈറ്റൊക്കെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അത്യാവശ്യം കാര്യങ്ങൾ സോഴ്സ് ചെയ്ത് കുറച്ച് കൊടുക്കുന്നതൊക്കെ ഉണ്ട്, ചുറ്റുപാടുമൊക്കെ 2-3 കിലോമീറ്ററിനകത്തൊക്കെ ഒരു 10 ലക്ഷം രൂപ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ ഒരു നല്ല സൈറ്റ് ഉണ്ടാക്കണമെങ്കിലും അത് നല്ല രീതിയിൽ അടുത്ത ലെവലിലേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിലും ഇനിയും പൈസ ആവശ്യമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ബഡ്ജറ്റും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഈ ടൈം ലൈൻ കൊടുക്കുന്നത്. അപ്പോൾ അറിയുമോയെന്നറിയില്ല, പക്ഷേ ആക്ഷൻ പ്ലാൻ തന്നതിന് നന്ദി, ഞാനത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ശ്രമിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് സംശയം തോന്നാം, ഇംപ്ലിമെൻറ്റ് ചെയ്യാനൊന്നും നിങ്ങൾ സഹായിക്കില്ലേ, അഡ്വൈസ് മാത്രമേ ഉള്ളൂ. ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മളൊരു ഫുൾ ഫ്ലഡ്ജ് കൺസൾട്ടിങ് എന്ന് പറയുന്നത്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, കാരണം നമ്മളും അത്രയധികം ഇൻവോൾവ് ചെയ്യുകയും നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുകയൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി കുറച്ച് എക്സ്പെൻസീവ് പ്ലാൻ ആയതുകൊണ്ട് ഇദ്ദേഹം പറയുന്നു, ഇദ്ദേഹം തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്തോളാം. അങ്ങനെ ഓക്കെ. അങ്ങനെ ഞാൻ പറഞ്ഞു, ഇറ്റ്സ് നോട്ട് ഈസി, ഇത് ചെയ്യുകയാണെങ്കിൽ മാത്രം, അല്ലെങ്കിൽ ഞാനൊരു കാരണവശാലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറയില്ല. വളരെ വ്യക്തമായി അദ്ദേഹത്തിനോട് പറഞ്ഞു, മുന്നോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്, ഈ ഗ്രോസറിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം പക്ഷേ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. പക്ഷേ ഞാൻ പറഞ്ഞ രീതിയിൽ ബിസിനസ് മോഡലിൽ ചേഞ്ചുകൾ വരുത്തിയില്ല. ഞാൻ പറഞ്ഞ രീതിയിലുള്ള സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് സിസ്റ്റം അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞ രീതിയിൽ ടീമിനെ റിക്രൂട്ട് ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ഇപ്പം ഞാൻ പറഞ്ഞ രീതി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അതൊരു സയൻറ്റിഫിക്കായ രീതിയാണ്. ഞാൻ പറയുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് അതൊരു മോഡലിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയുന്നത്. ഒരുപാട് എക്സാമ്പിൾസിനെ, സക്സസ് സ്റ്റോറീസിനെ ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞ കുറേ കാര്യങ്ങളാണ്. അതൊന്നും അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല. അദ്ദേഹത്തിന് അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല, പൈസ ഉണ്ടായിരുന്നില്ല,
പിന്നെ ടൈം ഉണ്ടായിരുന്നില്ല, വേറെ 1-2 ബിസിനസ്സുകളിലും അതിൻ്റെ ഇടയിൽ ചെന്ന് ചാടിയിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി അൾട്ടിമേറ്റ്ലി എന്ത് സംഭവിച്ചു എന്നറിയാമോ? ആ സമയത്താണ് ഇദ്ദേഹത്തിൻ്റെ കല്യാണാലോചന നടന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ എന്നെ മെൻറ്റർ ചെയ്യാൻ വരുന്ന സമയത്ത് കല്യാണാലോചനയൊക്കെ റെഡിയായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ പറഞ്ഞ് സ്റ്റാർട്ടപ്പാണ്, വലിയ സ്റ്റാർട്ടപ്പ് ഭയങ്കര ഹൈപ്പാണല്ലോ. അപ്പോൾ സ്റ്റാർട്ടപ്പ് ഫൗണ്ടറാണ് എന്ന് പറഞ്ഞിട്ടാണ് കല്യാണാലോചന ഒക്കെ റെഡിയായത്. കല്യാണമൊക്കെ ഉറപ്പിച്ച് സെറ്റായി. എന്നെ ഇടയ്ക്കിടയ്ക്ക് ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്, കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇദ്ദേഹം ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. അപ്പോൾ ചെറുപ്പമാണ്, അതിൻ്റെ ചില ഇമ്മെച്യൂരിറ്റിയും ഉണ്ട്. അപ്പോൾ അങ്ങനെ മുന്നോട്ട് പോയി, കുറച്ച് നാളിങ്ങനെ മുന്നോട്ട് പോയി. ഒരു 6 മാസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും കയ്യിലുള്ള കാശ് മുഴുവൻ എല്ലാം ഇല്ലാതായി. അപ്പോൾ കടം മേടിക്കാൻ ആരംഭിച്ചു. ഒരു 10 ലക്ഷം രൂപ വേറെ എവിടെ നിന്നൊക്കെ കടം മേടിച്ച് ഈ ഓപ്പറേഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അപ്പം ചെറിയ ചെറിയ ബിറ്റ് നോട്ടീസും ഇതൊക്കെ കൊടുത്തിട്ട് ആളുകളിലേക്ക് ചെറിയൊരു അവയർനെസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നം എന്താ, ഒരു ടൗണിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തൃശ്ശൂരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചോളൂ. തൃശ്ശൂർ നടന്ന സംഭവം അല്ല കേട്ടോ, കാരണം എൻ്റെ ഹോം ടൗൺ തൃശ്ശൂർ ആയതുകൊണ്ട് തൃശ്ശൂർ എന്ന് പറഞ്ഞതേ ഉള്ളൂ. തൃശ്ശൂരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നതെങ്കിൽ ആൾ 10 കിലോമീറ്റർ ചുറ്റളവിൽ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ വിളിക്കുന്നത് 10 കിലോമീറ്റർ അപ്പുറത്തുള്ളൊരു സ്ഥലത്തു നിന്നായിരിക്കും, കുറച്ച് സാധനങ്ങൾ മാത്രമായിരിക്കും. ഒരു 2 കിലോ ക്യാരറ്റും 2 കിലോ സവാളയും കൊണ്ടുപോകാനായിരിക്കും പറയുന്നത്. ഈ ക്യാരറ്റും സവാളയായിട്ട് അവിടെ 10 കിലോമീറ്റർ പോയി ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ കാര്യം തീരുമാനമാകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊന്നും പ്രാക്ടിക്കൽ അല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോയി. ഇത് ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻറ്ററി മാനേജ്മെൻ്റ് ഒക്കെ പ്ലാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞു, പക്ഷേ അത് വർക്കൗട്ട് ആവാൻ പറ്റിയില്ല, നല്ല സപ്ലൈസിന് കണ്ടെത്താൻ പറ്റിയില്ല. ചുരുക്കി പറഞ്ഞാൽ എന്തായി, ഇതെല്ലാം പൊളിഞ്ഞു, ടീമെല്ലാം പോയി, ആളുകൾ ഓർഡർ ചെയ്യാതായി, മാർക്കറ്റിംഗ് പ്രോപ്പർ അല്ലാതായി. അദ്ദേഹത്തിന് ഇതെല്ലാം കഴിഞ്ഞ് കയ്യിലുള്ള പൈസ എല്ലാം പോയത് കൂടാതെ 10-15 ലക്ഷം രൂപ കടവുമായി. ഇതെല്ലാം ആളുകൾ അറിഞ്ഞപ്പോൾ ഈ കല്യാണം ആലോചിച്ച വീട്ടിൽ ആ കുട്ടിയുടെ അവിടെ എത്തി. അവർ ആ കല്യാണം വേണ്ടെന്ന് തീരുമാനിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ച് കല്യാണം മുടങ്ങിയ കഥയായിട്ട് ഇത് മാറി. ഇതൊരു കഥയല്ല. കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഇപ്പോൾ ആളുകൾ, ചെറുപ്പക്കാർ പ്രത്യേകിച്ചും, എടുത്തു ചാടി ഈ ഗ്രോസറിയിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഈ ഗ്രോസറിയിലെ വലിയ പ്രശ്നങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് പറയുന്നത്. ഈ ഗ്രോസറിയിൽ പ്രധാനമായിട്ടും ഒരു 6 പ്രശ്നങ്ങളാണ് ഞാൻ ലിസ്റ്റ് ചെയ്യുക. അതുകൊണ്ടൊക്കെ ഈ ഗ്രോസറി ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഈ 6 പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഇറ്റ്സ് ഫൈൻ, അല്ലെങ്കിൽ നിങ്ങൾ അതിലേക്ക് ഇറങ്ങാൻ നിൽക്കരുത്. ഏറ്റവും ആദ്യത്തെ കാര്യം നിങ്ങൾക്ക് ഡെലിവറി ചെയ്യാനുള്ള വ്യക്തമായ സംവിധാനമുണ്ടോ എന്നുള്ളതാണ്. ഡെലിവറിയാണ് ഇതിനകത്തൊക്കെയുള്ള പ്രശ്നം. ആക്ച്വലി നിങ്ങൾ ചെയ്യുന്ന സർവീസ് എന്താ, ഡെലിവറിയാണ്. കാരണം പച്ചക്കറി വാങ്ങാനാണെങ്കിൽ അവർക്ക് അടുത്തുള്ള കടയിൽ പോയി വാങ്ങാവുന്നേ ഉള്ളൂ. പക്ഷേ ആ കടയിൽ നിന്ന് അല്ലെങ്കിൽ വേറെ എവിടെ നിന്നെങ്കിലും ഈ പറയുന്ന പച്ചക്കറി അവർക്ക് എത്തിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഈ പറയുന്ന ഗ്രോസറി അവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന് പറയുന്ന സർവീസാണ് നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഡെലിവറി നിങ്ങൾക്ക് എത്ര പ്രോംപ്റ്റായി, എത്ര പെട്ടെന്ന്, എത്ര ആക്യുറേറ്റായി, എത്ര കോസ്റ്റ് എഫക്റ്റീവായി ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് പ്രധാനം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ഈ ഡെലിവറി ചെയ്യാൻ ആവശ്യമായിട്ട് നിങ്ങൾക്ക് വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടല്ലോ, ആ കോസ്റ്റ് വലിയൊരു ഘടകമാണ്. മാത്രമല്ല നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ഡെലിവറി ചെയ്യുന്നുണ്ട്. ഒരൊറ്റ സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യുമ്പോൾ മാക്സിമം സാധനം നിങ്ങൾക്ക് ക്യാരി ചെയ്യാൻ പറ്റണം, എന്നാൽ മാത്രമേ ലിവറേജ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിങ്ങൾക്ക് വേറെ ഓർഡറുകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആകെ പ്രശ്നത്തിലാവും. അപ്പോൾ എഗെയിൻ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് നിന്ന് തന്നെ അത്രയും ഓർഡറുകൾ ഉണ്ടാവുന്നു എന്ന് ഉറപ്പുവരുത്താൻ പറ്റണം. അതിനുവേണ്ടി പണ്ട് കാലത്ത് ഇപ്പം ബിഗ് ബാസ്ക്കറ്റ് അടക്കമുള്ള കമ്പനികളൊക്കെ ഈ സ്ലോട്ട് സിസ്റ്റം ഉണ്ടാക്കിയിരുന്നു. ഒരു പെർട്ടിക്കുലർ ടൈം സ്ലോട്ടിൽ മാത്രമേ ഡെലിവറി ഉള്ളൂ, ഇത്രയും ഓർഡർ ആയതിനു ശേഷം മാത്രമേ ഡെലിവറി ഉള്ളൂ എന്നൊക്കെ. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മളുടെ കൺവീനിയൻസിനല്ല, കസ്റ്റമേഴ്സിൻ്റെ കൺവീനിയൻസിനാണ് ഡെലിവറി ചെയ്യേണ്ടത് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഡെലിവറി ടൈംലി അല്ലെങ്കിൽ കോസ്റ്റ് എഫക്റ്റീവ് അല്ലെങ്കിൽ, അപ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് ഡെലിവറിക്ക് ഞങ്ങൾ എക്സ്ട്രാ ചാർജ് ചിലപ്പോൾ മേടിക്കും എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ചാർജ് മേടിക്കാത്ത ആൾക്കാർ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും കോമ്പറ്റീറ്റീവ് ആയി നമ്മളുടെ അറ്റ്മോസ്ഫിയർ എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇറ്റ്സ് വെരി ടഫ് ടു സസ്റ്റെയിൻ. ഡെലിവറി പ്രോപ്പർ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ എളുപ്പമല്ല. രണ്ടാമത്തെ പോയിൻ്റ് എന്താ, പ്രോഫിറ്റ് മാർജിൻ. പ്രത്യേകിച്ചും ഗ്രോസറികളിലൊക്കെ പ്രോഫിറ്റ് മാർജിൻ വളരെ കുറവാണ്. ഗ്രോസറി മാത്രമായിട്ട് സസ്റ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. വളരെ ചെറിയ നാരോ മാർജിനിൽ വർക്ക് ചെയ്യുന്ന സാധനങ്ങളാണ് ഗ്രോസറി. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മാർജിനിൽ നിന്ന് നമ്മളുടെ ഡെലിവറി, നമ്മളുടെ ബാക്കിയുള്ള എഫർട്ടും ബാക്കിയുള്ള ബാക്ക് ആൻഡ് സപ്പോർട്ടും ഇതെല്ലാം കൂടി ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും എളുപ്പമല്ല. ഒരു കടയിലിരുന്ന് വിൽക്കുന്നതിനേക്കാൾ എക്സ്പെൻസസ് നിങ്ങൾക്കുണ്ടാവും. പ്രോഫിറ്റ് മാർജിൻ എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇല്ലാതാവും. അതുകൊണ്ട് പ്രോഫിറ്റ് മാർജിൻ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. അപ്പോൾ ഞാൻ എല്ലാത്തിനും അടച്ചാക്ഷേപിക്കുകയല്ല, ഇതെല്ലാം ഉറപ്പുവരുത്തണം എന്ന് ഞാൻ പറയുന്നത്. ഡെലിവറിക്ക് നിങ്ങൾക്ക് പ്രോപ്പറായ സിസ്റ്റം ഉണ്ടോ, ഒരു പ്രത്യേക സ്ഥലത്തേക്ക് ഡെലിവറി ചെയ്യാൻ കറക്റ്റായിട്ടുള്ള സംവിധാനങ്ങളുണ്ടോ, അത് നിങ്ങൾക്ക് ലിവറേജ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. രണ്ടാമത്തെ പ്രോഫിറ്റ് മാർജിൻ നിങ്ങൾക്ക് ശരിക്കും എടുക്കാൻ പറ്റുന്നുണ്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ്. മൂന്നാമത്തെ എന്ന് പറയാൻ പറ്റില്ല, ശരിക്കും ഏറ്റവും ആദ്യം പറയേണ്ട കാര്യമാണ്. വളരെ വ്യക്തമായ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി ഫേസ് ബൈ ഫേസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർഡ് ആയിരിക്കണം.
നിങ്ങളുടെ കയ്യിലൊരു ക്ലിയർ കട്ടായിട്ടുള്ള ബിസിനസ് പ്ലാൻ ഉണ്ടോ? എങ്ങനെയാണ് നിങ്ങൾ ഗ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എങ്ങനെയാണ് ഓരോ ഫേസിലും ഫണ്ട് സോഴ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ആദ്യം ഒന്നും നിങ്ങൾക്ക് ഇൻകം, നിങ്ങൾ വിചാരിക്കും ഇൻകത്തിൽ നിന്ന് വർക്ക് ചെയ്യാമെന്ന്. പക്ഷേ ഇൻകം കൊണ്ട് നിങ്ങൾക്ക് റീഇൻവെസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ല. അതിന് മാത്രം ഇൻകം ഉണ്ടാവില്ല, ബ്ലീഡ് ചെയ്യായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫണ്ട് സോഴ്സ് ചെയ്യാൻ പറ്റുന്നത്? മുൻപേ പ്ലാൻഡ് അല്ലെങ്കിൽ ഫണ്ട് സോഴ്സ് ചെയ്യാൻ പറ്റില്ല, സ്റ്റക്കാവും. അത് തന്നെയാണ് പുള്ളിക്ക് സംഭവിച്ചത്. പുള്ളി അവിടെ സ്റ്റക്കായി എന്ന് മാത്രമല്ല കല്യാണം അടക്കം പോയെന്ന്. ഞാൻ പറയുന്നത് വ്യക്തമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ, മിനിമം ഒരു 3 ഇയേഴ്സിലേക്കുള്ള വ്യക്തമായ പ്ലാനിങ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് ഇറങ്ങുക. അപ്പോൾ ഏറ്റവും ആദ്യം ഞാൻ പറയേണ്ട ഒരു ഘടകമായിരുന്നു കേട്ടോ. പക്ഷേ മൂന്നാമത് പറയുകയാണ്, ബിസിനസ് പ്ലാൻ ഈസ് എ മസ്റ്റ്. ബിസിനസ് പ്ലാൻ ഇല്ലാതെ ഈ പരിപാടിക്ക് ഇറങ്ങരുത്. ബിസിനസ് പ്ലാൻ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് ആ ബിസിനസ് പ്ലാൻ ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻസ് ചെയ്യണമെന്ന് ഞങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത്. ഞങ്ങൾ ചെയ്യുന്നതെല്ലാം ഡീറ്റെയിൽഡ് ബിസിനസ് പ്ലാൻസാണ്. മൈക്രോ പ്ലാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്ലാൻസ് ചെയ്യുമ്പോൾ ഒരു മെച്ചം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രോഫിറ്റ് അനാലിസിസ് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റും. ഡെലിവറി സ്ലോട്ട് അല്ലെങ്കിൽ ഡെലിവറി മോഡൽസ് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. അപ്പം തന്നെ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഇത് വർക്ക് ചെയ്യില്ല എന്ന്. അപ്പോൾ ഈ ഗ്രോസറി ചെയ്യുന്ന സമയത്ത് ഡെലിവറി സ്ലോട്ട്, പ്രോഫിറ്റ്, ബിസിനസ് പ്ലാനിൽ ഫുൾ ക്ലാരിറ്റി. നാലാമത്തെ ഘടകം ടെക്നോളജിയാണ്. നമ്മൾ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആപ്പ് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു 4 പേര് കൂടുതൽ വന്നു കഴിഞ്ഞാൽ അപ്പം ക്രാഷ് ആവുന്ന അവസ്ഥയിലായിരിക്കും. ടെക്നോളജി ഫ്രെയിം വർക്ക് പ്രോപ്പർ അല്ലെങ്കിൽ ഇനിയിപ്പോൾ നിങ്ങൾ ഗ്രോ ചെയ്താൽ പോലും ഒരു പക്ഷേ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ആ ടെക്നോളജി അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലാറ്റ്ഫോം ക്രാഷ് ആയി കഴിഞ്ഞാൽ നിങ്ങളുടെ എൻറ്റയർ ബിസിനസ് അവസാനിച്ചു എന്നുള്ളതാണ് സത്യം. നിങ്ങളിപ്പോൾ ഒരു നല്ല ബിൽഡിങ്ങിൽ നിങ്ങളൊരു ബിസിനസ് ചെയ്തിട്ട് ആ ബിൽഡിങ് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാൽ എന്തായിരിക്കും അവസ്ഥ എന്ന് പറയുന്ന പോലെ തന്നെയാണ് ടെക്നോളജി പ്ലാറ്റ്ഫോം ക്രാഷായി അതെല്ലാം നഷ്ടപ്പെടാം. നിങ്ങൾ ഡാറ്റ അടക്കം ചിലപ്പോൾ നഷ്ടപ്പെട്ടെന്ന് വരും. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്രെയിം വർക്ക് നിങ്ങൾ ഉപയോഗിക്കേണ്ടതുണ്ട്. 5ാമത്തെ പോയിൻറ്റ്, പ്രത്യേകിച്ചും ഈ ഗ്രോസറി ചെയ്യുന്ന സമയത്ത് ഇൻവെൻട്രി മാനേജ്മെൻ്റ് ആണ്. നിങ്ങൾ സപ്ലൈവേഴ്സായിട്ട് നല്ല റിലേഷൻ ഉണ്ടാക്കണം. നിങ്ങൾ ഒരുപാട് ഇൻവെൻട്രി സ്റ്റോർ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. ജസ്റ്റ് ഇൻ ടൈം സെറ്റപ്പ് ആയിരിക്കണം. അപ്പം സാധനം വരുന്നു പോകുന്നു എന്നുള്ള രീതിയിൽ. അപ്പോൾ അതിന് വ്യക്തമായ പ്ലാനിങ് വേണം. ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സോഫ്റ്റ്വെയർ, സപ്ലൈവേഴ്സുമായിട്ടുള്ള നല്ല റിലേഷൻസ്, നല്ല മാർക്കറ്റിംഗ് സെറ്റപ്പ്, അതുണ്ടെങ്കിൽ ഈ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നന്നായിട്ട് വർക്ക് ചെയ്ത് പോകുള്ളൂ, ഒരു ഫ്ലോ ഉണ്ടാവുള്ളൂ. ആൻഡ് അവസാനമായിട്ട് എനിക്ക് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്, മാർക്കറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്, അഥവാ കസ്റ്റമർ അക്വിസിഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്. കസ്റ്റമർ അക്വിസിഷൻ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഇന്ന് ഇഷ്ടം പോലെ ആളുകളാണ് ഇ കോമേഴ്സിലും അല്ലാതെയും ഒക്കെ ആയിട്ട്. എങ്ങനെയാണ് നിങ്ങൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് അതും പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഫെയർ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. ഒരു കസ്റ്റമറെ കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല എക്സ്പെൻസീവാണ്. അപ്പോൾ മിക്കവാറും നിങ്ങൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിനുള്ള എക്സ്പെൻസ് ഒന്നും നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. നിങ്ങളിത് ഉണ്ടാക്കിയിടുന്നു, ആൾക്കാർ ഇതാ വന്ന് ചുമ്മാ വന്ന് മേടിച്ചുകൊണ്ട് പോകുന്നു എന്നായിരിക്കും നിങ്ങൾ ധരിക്കുന്നത്. ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഒരു റിപ്പോർട്ടായിട്ട് നമ്മൾ ഈ പറയുന്ന കക്ഷിക്ക് കൊടുത്തത്. ഇതിൽ ഓരോന്നിലും കറക്റ്റായിട്ടുള്ള സ്ട്രാറ്റജീസ് അപ്ലൈ ചെയ്ത് പോകണമെന്ന് പറഞ്ഞു. അവിടെ മാർക്കറ്റിങ്ങിന് എക്സ്പെൻസ് വരുന്നുണ്ട്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് സപ്ലൈസുമായിട്ടുള്ള നല്ല കണക്ഷൻസ് ഉണ്ടാക്കേണ്ടി വന്നു. ഇതിനൊന്നും പുള്ളി തയ്യാറല്ല. അപ്പോൾ പല ആളുകളും സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് അല്ലെങ്കിൽ പുതിയ ആപ്പ് എന്നൊക്കെ പറഞ്ഞു വരുന്നത് വളരെ സിമ്പിളായിട്ട് IT ബിസിനസ് എന്നുള്ള രീതിയിൽ ഒരു ഫൗണ്ടർ എന്നുള്ള രീതിയിലൊക്കെ ഇരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒട്ടും എളുപ്പമല്ല. ഒരു ഓഫ്ലൈൻ ബിസിനസ് ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ബുദ്ധിമുട്ടാണ് ഒരു ഓൺലൈൻ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്തെടുക്കാൻ എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് മാത്രം ഇത്തരം പരിപാടികളിലേക്ക് ഇറങ്ങുക. പ്രത്യേകിച്ചും ഈ ഗ്രോസറി തുടങ്ങുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇറ്റ് ഈസ് എ ഡേഞ്ചറസ് ട്രാപ്പ്. വളരെ ശ്രദ്ധിച്ചു മാത്രം അതിലേക്ക് ഇറങ്ങുക. ഓൾ ദ ബെസ്റ്റ്.